ഇസ്ലാം മനുഷ്യർക്കാകെ സമർപ്പിച്ചിട്ടുള്ള നിയമനിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഏറ്റവും മനോഹരങ്ങളാണ് എന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രായോഗികവും സമാധാനമെന്നൊരവസ്ഥ ഭൂമിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ തന്നെ നൽകുന്നതുമാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും ചിലരെങ്കിലും അതിൽ അപാകതകൾ കണ്ടെത്തി വിമർശിക്കുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അനന്തരാവകാശ നിയമവും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, മനുഷ്യനെ സംരക്ഷിക്കുന്ന അള്ളാഹു, മനുഷ്യന് ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത അള്ളാഹു, മനുഷ്യന്റെ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ വേണമെന്ന് വ്യക്തമായി ബോധ്യമുള്ള അള്ളാഹു തന്നെ നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ അപാകത കാണുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. വിരോധികൾ തന്നെ, വിരോധികളായ ആളുകൾ വല്ലാതെ അനന്തരാവകാശ നിയമങ്ങളിലെ 2-3 വകുപ്പുകളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ കണിശതയോടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഓരോന്നായി വിശദീകരിച്ചിരിക്കുന്ന കാര്യമാണ് അനന്തരാവകാശ നിയമം എങ്ങനെ കൈയാളണമെന്ന്. സൂറത്ത് നിസായിലെ 4-ാമത്തെ അധ്യായമായ സൂറത്ത് നിസായിലെ ആയത്തുകൾ, പ്രത്യേകിച്ചും 7 മുതൽ 11, 12 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ആളുകൾ അതിന്റെ പിന്നാലെയല്ല, ആ ഖുർആന്റെ വചനങ്ങൾ, ഖുർആൻ നിർദ്ദേശിച്ച പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് പിന്നാലെയല്ല, അതിനെ എങ്ങനെ വിമർശിക്കാം, തരം താഴ്ത്താം എന്നെടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും മനസ്സിലാക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 7-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കഥുറാ നസീബം മഫ്റൂദാ. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ, മാതാപിതാക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, ഉമ്മ, സഹോദരങ്ങൾ, മക്കൾ എന്നിങ്ങനെ അടുത്ത ബന്ധുക്കൾ വിട്ടേച്ചു പോയ അഥവാ മരണപ്പെട്ടു പോയതിൽ പിന്നെ ബാക്കി വരുന്ന സ്വത്തിൽ, ധനത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. വലിന്നിസാഇ നസീബു മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുറാ. അതിൽ അതുപോലെ തന്നെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. ആ ധനം കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് നിർണയിക്കപ്പെട്ട നസീബം മഫ്റൂദ, തീരുമാനിക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട, നിർബന്ധമാക്കപ്പെട്ട ഓഹരിയാകുന്നു. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് 1400 വർഷങ്ങൾക്കപ്പുറമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിലൂടെ സ്ത്രീകളുടെ അവകാശം വകവെച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1870 മാത്രമാണ് ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ലഭിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 1956 മാത്രമാണ് ഹൈന്ദവ സഹോദരിമാർക്ക് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടിയുള്ള സ്വത്തവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഫ്രാൻസിലും ഈ തൊട്ടു മുമ്പത്തെ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം നിലവിൽ വന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ 1400 വർഷം മുമ്പ് സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്ലാം. അത് പ്രയോഗവത്കരിക്കാതെ ഒരു പിതാവ് ഒരു മക്കൾ അല്ലെങ്കിൽ സ്ത്രീകൾ മകളാവാം, സഹോദരിയാവാം, ഉമ്മയാവാം, ഭാര്യയാവാം, ആരായിരുന്നാലും അവരെ സംരക്ഷിക്കേണ്ടുന്നവർ ആ വിഹിതം അവരുടെ മരണാനന്തരം അവർക്ക് ലഭിക്കാതെ പോയാൽ ശിക്ഷക്ക് അർഹരും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. സാധാരണ നിലയിൽ പറയാറുണ്ട്, പെൺമക്കൾ മാത്രമാകുമ്പോൾ അവരുടെ സ്വത്ത് പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നില്ല. ചില ആളുകളൊക്കെ, ഇപ്പോ നേരത്തെ നിക്കാഹ് ചെയ്ത ആളുകളൊക്കെ കോടതിയിൽ പോയാൽ പെൺമക്കൾ മാത്രമുള്ള അവർക്ക് അവരുടെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം ആ പിതാവ് മരണപ്പെട്ടാൽ പിതാവിന്റെ സഹോദരന് പോയേക്കും, സഹോദരന്റെ മക്കൾക്ക് പോയേക്കുമെന്ന ഭയത്താൽ
ഇന്ത്യൻ ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ അടുത്ത നാളിലും മലപ്പുറം ജില്ലയിൽ 70 വയസ്സോ മറ്റോ പ്രായമുള്ള ഒരു ഉപ്പയും ഉമ്മയും ഈ രീതിയിൽ നിയമം പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിക്കാഹിനെ അസാധുവാക്കിക്കൊണ്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവരൊക്കെ ഭയപ്പെടുകയാണ്, അവരുടെ സ്വത്ത് അത് അന്യാധീനപ്പെട്ടു പോകുമെന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് എന്താണ്? പെൺമക്കൾ മാത്രമാകുമ്പോൾ 2/3 പെൺമക്കൾക്കും ഒരു വിഹിതം പിതൃ സഹോദരനും, പിതാവ് മരിച്ച പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം പിതൃ സഹോദരനും നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഈ സ്വത്തില്ലാത്ത ഒരു സാഹചര്യമായാൽ പോലും, പിതാവിന് സ്വത്തില്ലാത്ത ഒരു സാഹചര്യമായാൽ പോലും പിതാവ് മരിച്ചാൽ ഈ പെൺമക്കളെ സംരക്ഷിക്കേണ്ടത് പിതാവിന്റെ ഉപ്പാപ്പ അല്ലെങ്കിൽ പിതാമഹനാണ്, അല്ലെങ്കിൽ പിതൃ സഹോദരങ്ങളാണ്. ബാധ്യതയുണ്ടവർക്ക്. ആ ബാധ്യതാ നിർവഹണം നിർവഹിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാം അവകാശവും വകവെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്വത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, പിതാവിന്റെ സഹോദരന് സ്വത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിതാമഹന് സ്വത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവരത് യഥേഷ്ടം കൈയാളുക എന്നുള്ളതല്ല, ഇവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം കൈയാളാൻ എന്നുള്ളതാണ് മതം മുന്നോട്ട് വെക്കുന്ന നയം എന്ന് നാം മനസ്സിലാക്കണം. സാമ്പത്തികമായി കഴിവില്ലാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് പിതാവില്ലെങ്കിൽ പിതാവിന്റെ സഹോദരനോ പിതാമഹനോ ആണ് എന്ന വസ്തുത കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്, അഥവാ ബാധ്യത നിർവഹിക്കാൻ ചുമതലപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അവകാശവും ഇസ്ലാം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ രക്ഷാധികാരികളും ഉത്തരവാദികളുമാണ്. പുരുഷന്മാരാണ് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്. ഭാര്യയാവട്ടെ, മകളാവട്ടെ, മാതാവാവട്ടെ, അവരെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാം, ഉപ്പയാവാം, മകനാവാം, ഏത് വിധത്തിലായാലും പുരുഷന്മാരാണ് സംരക്ഷിക്കേണ്ടത്. ഏത് വിധത്തിലായിരുന്നാലും ഭാര്യയ്ക്കാണെങ്കിൽ, ഇനി ഉമ്മയാണെങ്കിൽ, മകളാണെങ്കിൽ അവർക്ക് വീടൊരുക്കി കൊടുക്കണം, വസ്ത്രം നൽകണം, ഭക്ഷണം നൽകണം, അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ പുരുഷന്മാരാണ്. പിതാവോ ഭർത്താവോ മകനോ ആണ്. ആ ബാധ്യതാ നിർവഹണം അവർ ഭംഗിയായി നിർവഹിച്ചില്ലെങ്കിൽ, ഏറ്റവും നീതിപൂർവ്വം നിർവഹിച്ചില്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ അവർ സമാധാനം പറഞ്ഞേ തീരൂ. അങ്ങനെ രക്ഷാധികാരി എന്ന ചുമതല പുരുഷന്മാർക്ക് നൽകിയത് കൊണ്ടാണ് സ്ത്രീകളെക്കാൾ ഇരട്ടിയായി പുരുഷന് ഒരു പിതാവ് മരിച്ചാൽ ആൺകുട്ടികൾക്ക് സ്വത്ത് നൽകണം എന്ന് പറയുന്നത്. കാരണം പുരുഷൻ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിക്കുന്ന സ്വത്ത് അവൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുടുംബ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് മതം കൽപ്പിച്ചിട്ടില്ല. ഒരു സഹോദരനും ഒരു സഹോദരിയും, അവരുടെ പിതാവ് മരിച്ചു, സഹോദരൻ ലഭിച്ചതിന്റെ പകുതി സ്വത്തേ സഹോദരിക്ക് ലഭിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കൂ. അങ്ങനെയാകുമ്പോ ഈ സഹോദരന് ഇരട്ടി ലഭിച്ചു. പ്രത്യക്ഷത്തിൽ ഇരട്ടി ലഭിച്ചെങ്കിലും ഈ സഹോദരൻ വിവാഹം കഴിക്കുന്നതോടുകൂടി അയാളുടെ ഭാര്യക്ക്, അയാളുടെ മക്കൾക്ക് ഭക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാം നിർവഹിക്കേണ്ടുന്നത് ഈ സഹോദരൻ അഥവാ അവരുടെ ഭർത്താവായ ഇയാളായിരിക്കും. സഹോദരിക്ക് ലഭിച്ച പാതി സ്വത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു പോയാൽ ഭർത്താവിന് നൽകേണ്ടതില്ല, വീട് സംരക്ഷണത്തിന് നൽകേണ്ടതില്ല, അങ്ങനെ ഒന്നും നൽകേണ്ടതില്ല, നൽകാൻ ബാധ്യതയില്ല എന്നാണ് ഈ പറഞ്ഞത്. നൽകുന്നത് തെറ്റാണോ എന്ന അർത്ഥത്തിലല്ല, നൽകാൻ ബാധ്യതയില്ല. അപ്പേരിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാതി സ്വത്ത് എന്ന അനന്തരാവകാശ നിയമം അവരെ സംരക്ഷിക്കാൻ കൂടി ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നുകൂടി മനസ്സിലാക്കേണ്ടുന്നത്, നമുക്ക് സമ്പത്ത് തരുന്നത്, നമുക്ക് സമ്പത്ത് അനുഗ്രഹമായി നൽകുന്നത് അല്ലാഹുവാണ്. ഒരുപാട് ആളുകൾ അധ്വാനിക്കുന്ന ലോകത്ത് എല്ലാവരും ഒരേ രീതിയിൽ അധ്വാനിച്ചാലും ഒരേപോലെ അവർക്ക് സമ്പത്ത് ലഭിക്കുന്നില്ല. ചിലർക്ക് സമ്പത്ത് ലഭിക്കുന്നു, ചിലർക്ക് നിത്യജീവിതത്തിന് കഴിയാവുന്ന സൗകര്യം ലഭിക്കുന്നു, വേറെ ചിലർക്കാണെങ്കിൽ നട്ടക്കച്ചവടം ഉണ്ടാകുന്നു. അതൊക്കെയും പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. നമ്മൾ സത്യസന്ധമായി പ്രവർത്തിക്കുക,
പ്രാർത്ഥിക്കുക. നൽകേണ്ടത് അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹു നൽകുന്ന സ്വത്തിൽ മാത്രമല്ല, പെൺകുട്ടിയാവണോ ആൺകുട്ടിയാവണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ, നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ അത് പെൺകുട്ടിയാവണോ ആൺകുട്ടിയാവണോ എന്നതൊക്കെ നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവുമില്ല, നമുക്കതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനുമില്ല. അതൊക്കെ പടച്ചവന്റെ തീരുമാനമാണ്. ഖുർആൻ അത് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യക്കും ഭർത്താവിനും ഒരു പിതാവിനും മാതാവിനും പെൺകുട്ടികളെ മാത്രം നൽകുക എന്നുള്ളത് പടച്ചവന്റെ തീരുമാനമാണ്. അപ്പൊ സ്വാഭാവികമായും ചിന്തിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് രണ്ട് രീതിയിൽ ആളുകളെ കാണുകയല്ലേ എന്ന്. അതിനുള്ള വിശദീകരണമാണ് നേരത്തെ നൽകിയത്. സ്ത്രീകളെ സുരക്ഷിതയാക്കുന്നു. അവർക്ക് ലഭിക്കുന്നത് എത്രയായിരുന്നാൽ പോലും ഖുർആൻ പറഞ്ഞതുപോലെ അതവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുരുഷനെ പോലെ എല്ലാവരെയും, മാതാപിതാക്കളെ സംരക്ഷിക്കണം, വീട് നോക്കണം, ഭാര്യയെ സംരക്ഷിക്കണം, മക്കളെ സംരക്ഷിക്കണം, ഒക്കെയും അങ്ങനെ വിശാലമായ രീതി. ചിലപ്പോ ഇരട്ടി ലഭിച്ച സഹോദരന് നഷ്ടക്കച്ചവടം അല്ലെങ്കിൽ അതിനേക്കാളേറെ ചെലവ് പോലും വരാൻ സാധ്യതയുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിച്ച ആ ചെറിയ തുകയാണെങ്കിലും അത് അവൾക്ക് സ്വന്തമായി തന്നെ അവിടെ നിലനിർത്താൻ കഴിയുകയും ചെയ്യും എന്നുകൂടി നാം മനസ്സിലാക്കുക. മറ്റൊന്ന് പറയുന്നു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടുവെങ്കിൽ അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രേ അത്. സൂക്ഷ്മാലുക്കളായ അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ബാധ്യതയാണ് അത് എന്ന് നാം മനസ്സിലാക്കുക. ഖുർആൻ വചനത്തോടെ മാതാപിതാക്കളടക്കമുള്ള മക്കളടക്കമുള്ള നിർബന്ധ വിഹിതം തീരുമാനിക്കപ്പെട്ടു. എന്നാൽ അവകാശികളെന്ന് നേർക്ക് നേരെ പറയാത്ത ചില ആളുകളുണ്ട്, ചില ബന്ധുക്കളുണ്ട്. പലപ്പോഴും ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, എന്റെ സ്വത്ത് അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ സ്വത്ത്, എന്റെ മകൻ, ഞാൻ മരിച്ചുപോയാൽ ഉപ്പ ജീവിച്ചിരിക്കുന്നു, എന്റെ മകനും ജീവിച്ചിരിക്കുന്നു, ഞാൻ മരിച്ചുപോയാൽ ഉപ്പയുടെ സ്വത്തിൽ നിന്ന് എന്റെ മകന് കിട്ടുന്നില്ല, പേരക്കുട്ടിക്ക് കിട്ടുന്നില്ലല്ലോ, അത് അവകാശമായി മതം നിർദ്ദേശിച്ചില്ലല്ലോ, അത് മോശമായ ഏർപ്പാടല്ലേ എന്നൊക്കെയുള്ള വിമർശനമാണ്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ വചനം കൊണ്ട് അതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവർക്കും നൽകേണ്ടതുണ്ട്, അവരുടെയും അവകാശം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ഹഖ്ഖു അംരിൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി യുബീതു ലൈലതൈനി ഇല്ലാ വസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു. ഒരു മുസ്ലിമിന് വസിയത്ത് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ രാത്രി 2 പോലും 2 രാത്രികൾ അതെഴുതാതെ ഉറങ്ങുന്നത് അദ്ദേഹത്തിന് യോജിച്ചതല്ല. അദ്ദേഹം അങ്ങനെ ചെയ്യരുത് എന്നാ. അപ്പൊ ഏതാണ് ഈ വസിയത്ത് ചെയ്യാൻ നിർബന്ധമായ ഘട്ടം ഏതാണ്? ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മകൻ മരിക്കുകയാണ്, മകന് മക്കളുണ്ട്. സ്വാഭാവികമായും അവകാശികൾ എന്ന രീതിയിൽ ഓഹരി വെക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഓഹരി നിർണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വസിയത്ത് എഴുതി വെക്കണം ഈ പിതാവാണ്. അതാർക്ക് വേണ്ടിയാ? അത് ഈ മരിച്ചുപോയ മകന്റെ മക്കൾക്ക് വേണ്ടിയാണ്. 2 ദിവസത്തിലപ്പുറം നിൽക്കരുത്. ഈ പിതാമഹനും എപ്പോൾ മരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. 2 ദിവസം പോലും നീട്ടിവെക്കരുത് എന്നാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പലരും പറയുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലാണ്. തനിക്ക് കുറെ ധനമുണ്ട്. നേരെ അവകാശിയായി ഒരൊറ്റ മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വന്നു
അദ്ദേഹം പ്രവാചകനോട് പറയാണ്, എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, ഒരുപാട് സ്വത്തുണ്ട്, ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി വസീയത്ത് ചെയ്തോട്ടെ, എന്തെങ്കിലും ദാനമായി നൽകിക്കോട്ടെ. പ്രവാചകൻ അനുവദിച്ചില്ല. എന്നാൽ പിന്നെയും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഇങ്ങനെ മക്കൾ കൂടുതലില്ലാതിരിക്കുകയും സ്വത്ത് കുറെ ഉണ്ടാവുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 1/3 ദാനം ചെയ്യാം, വസിയ്യത്ത് ചെയ്യാം എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, തന്റെ അനന്തരാവകാശികളെ ജനങ്ങളോട് കൈകീട്ടുന്നവരായി വിട്ടുപോകുന്നതിനേക്കാൾ ഉത്തമം അവർക്ക് ഈ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വിട്ടുപോകുന്നതാണ്. അപ്പം മക്കൾക്ക് അത് പെണ്ണാവട്ടെ, ഇത് മകളാണ്, പെണ്ണായിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ വലിയൊരു ശതമാനം ഈ മകൾക്ക് തന്നെ കൊടുക്കണമെന്ന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയായതുകൊണ്ട് എന്നാൽ കുറച്ചു മതി അവൾക്ക്, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളല്ലേ, ബാക്കിയൊക്കെ ദാനം ചെയ്തോ എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. 1/3 വേണമെങ്കിൽ നിനക്ക് ദാനം ചെയ്യാമെന്നാണ്, വസിയ്യത്ത് ചെയ്യാമെന്നാണ്. ഇതുകൂടി നാം മനസ്സിലാക്കണം. അതുപോലെ മരിച്ച മകന്റെ മക്കൾക്ക് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-2 ദിവസത്തിലേക്കും ആ വസിയ്യത്ത് ചെയ്യണമെന്ന പ്രവാചകന്റെ നിർദ്ദേശം പാലിക്കണം. അല്ല എങ്കിൽ വസിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാണ്, തന്റെ കാലശേഷമാണ്, തന്റെ ശാലയ്ക്ക് മാത്രമേ ആ സ്വത്ത് മക്കൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ഇത് ദാനമായി നൽകാൻ ഈ പിതാമഹന് അധികാരമുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ സ്വത്ത് മറ്റു മക്കൾക്കാർക്കും വിഹിതം നൽകാതിരിക്കെ തന്നെ തന്റെ മരിച്ചുപോയ മകന്റെ മക്കൾക്ക് വേണ്ടി ദാനമായി എഴുതി കൊടുക്കാനും പിതാമഹന് അധികാരം നൽകിയിരിക്കുകയാണ് ഇസ്ലാം. ആ ഒരു വകുപ്പും കൂടിയുണ്ട്. ഇനി രണ്ടും ചെയ്തില്ല എന്ന് വെച്ചോ, വസിയ്യത്തും ചെയ്തില്ല, ദാനവും നൽകിയില്ല, എന്നാൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ ശേഷം മക്കളും കുടുംബവും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ഈ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്തുൻ നിസായിലെ 8-ാമത്തെ ആയത്ത്, സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ ബന്ധുക്കൾ ഹാജരുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകുകയും, തുടർന്ന് പറയാണ് അവർക്ക് നൽകുകയും, അവരോട് മര്യാദയോടെ പെരുമാറി മര്യാദയോടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യണം. നല്ല വാക്കുകളായിട്ട് അവരുമായി സമരസപ്പെട്ട് പോകണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമല്ല, വൽ യതാമ വൽ മസാകീൻ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അനാഥകളോ പാവപ്പെട്ടവരോ, ഉദാഹരണം എന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവാം, അനാഥര്, അവർക്ക് സംരക്ഷണം നൽകുന്നത് ഞാനാണ്, അവർക്ക് ഭക്ഷണം നൽകുന്നത് ഞാനാണ്, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് ഞാനാണ്. എന്റെ വിയോഗാനന്തരം അവർ അനാഥരായി പോവുകയാണ്, അവർ ആശ്രയമില്ലാത്തവരായി പോവുകയാണ് എങ്കിൽ അവർക്കും എന്റെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം നൽകാമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് മക്കൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. വേണമെങ്കിൽ വസിയ്യത്തായും എഴുതി വെക്കാം. അപ്പൊ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം കുടുസല്ല, ആൺകോയ്മയുടേതല്ല, മറിച്ച് പ്രയാസപ്പെടുന്നവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെയൊക്കെ സാഹചര്യം കണ്ടറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ സത്യവും ഈ കാര്യവും വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സാധാരണ നിലയിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു വരുന്നതുമായ ഒരു കാര്യമാണ്. ഒരു 3-4 ആൺകുട്ടികളുണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഉപ്പയുടെ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ മൂത്ത ആളായിരിക്കും പലപ്പോഴും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കൂടുതൽ സഹായമായിട്ടുണ്ടാവുക. ഉപ്പയും ഉമ്മയും ശുശ്രൂഷിച്ചിട്ടുണ്ടാവാം, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാവാം, അവരുടെ വീടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇളയ മകനേക്കാൾ ചിലപ്പോൾ കൂടുതൽ മാതാപിതാക്കളുമായി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് മൂത്ത മകനായിരിക്കാം. ഇളയ മകൻ ചിലപ്പോൾ ചെറുതായിരിക്കാം, പഠിക്കുന്നതായിരിക്കാം, അവൻ സ്വന്തമായി സമ്പാദ്യം നേടാനുള്ള അവസരം എത്തിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ള സമയമില്ലായിരിക്കാം.
അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ഇന്നാളിന്ന ആളുടെ വീട്ടിലാണല്ലോ ഇപ്പം ഇതുവരെ അവസാന കാലം കഴിഞ്ഞത്, ഇന്നാലിന്ന മകനാണല്ലോ ഉപ്പയുടെ വീട് പൂർത്തിയാക്കാൻ സഹായിച്ചത്, ഇന്നാലിന്ന മകനാണല്ലോ ആ ഉപ്പയും ഉമ്മയും കൂടുതൽ നോക്കിയത്, അതുകൊണ്ട് ആ മകന് കൂടുതൽ കൊടുക്കണം. ഇല്ല, മതം അത് അനുവദിക്കുന്നേ ഇല്ല. അവകാശികൾ തുല്യരാണ്. എത്ര ഉപ്പയെ ശുശ്രൂഷിച്ച ആളായിരുന്നാലും, ഉപ്പയെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു ചെറിയ പഠിക്കുന്ന മോനായിരുന്നാൽ പോലും ഒരേ രീതിയിലുള്ള വിഹിതം വെക്കാനായിരിക്കണം. ആൺകുട്ടികൾക്ക് ഒരേപോലെ, പെൺകുട്ടികൾക്ക് ഒരേപോലെ. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള ഓഹരിയാണിത്. നിർബന്ധമാക്കപ്പെട്ട ഓഹരിയാണിത്. തിൽക ഹുദൂദുല്ലാഹ്. അങ്ങനെ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത് പറയുന്നുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ നിയമപരിധികളാണിത്. ഇത് പടച്ചോന്റെ നിയമപരിധിയാണ്. ഇത് പടച്ചോന്റെ നിയമപരിധിയാണ്. നമ്മുടെ ഇഷ്ടവും നമ്മുടെ തീരുമാനവും അല്ല. അള്ളാഹു എന്ത് തീരുമാനിച്ചോ അതനുസരിച്ചിട്ട് വേണം ഇക്കാര്യം ശ്രദ്ധിക്കാൻ എന്നുകൂടി നാം മനസ്സിലാക്കുക. മറ്റൊന്ന്, സാധാരണ നിലയിൽ പല സ്വത്തുക്കളും ഉപ്പ മരിച്ചിട്ട് പല സ്വത്തുക്കളൊക്കെ വിഹിതം വെക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് വിഹിതം വെക്കാതെ കിടക്കുന്നത് എനിക്കൊക്കെ അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സാരയില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ് ചിലരെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ചില കാരണങ്ങൾ കൊണ്ട്. എന്തായിരുന്നാലും ഒരാൾ മരിച്ചാൽ അവരുടെ സ്വത്ത് വിഹിതം വെക്കുന്നതിൽ, മക്കൾക്ക് നൽകുന്നതിൽ, അവരുടെ അവകാശികൾക്ക് നൽകുന്നതിൽ വല്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ വേഗം ചെയ്യണം. മരിച്ച് വൈകാതെ തന്നെ ചെയ്യണം. ആളുകൾ ചിലർ പറയും മരിച്ചു കഴിഞ്ഞ ഉടനെ അവർക്ക് സ്വത്തിലാണ് കണ്ണു എന്നൊക്കെ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവകാശികൾ വേറെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉപ്പയുടെ അവകാശം നഷ്ടപ്പെട്ടു, ഇപ്പൊ പോയി. അവകാശികൾ വേറെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വിഹിതം വെച്ച് അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യവും ഏറ്റവും ഉത്തമവും എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണവാനാകാത്ത ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാ. മാറാ രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, ഇടിത്തീ പോലെ വരുന്ന ഇത്തരം നിയമങ്ങൾ റബ്ബുൽ-ആലമീനായ തമ്പുരാനെ അതിലൊക്കെ പെട്ടുപോകാതിരിക്കാൻ ഞങ്ങൾ നീ സംരക്ഷിക്കുകയും അത്തരം അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിച്ച് നിന്റെ മഹാ അനുഗ്രഹം ഞങ്ങളിൽ സദാ വർഷിക്കുകയും ചെയ്യുമാറാകണമേ റഹ്മാനെ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലരും ഇന്ന് രോഗികളും ക്ഷീണിതരും അവസരമൊക്കെയാണ് റഹ്മാനെ. അവർക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണമേ അല്ലാ. അവർ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി അവരെ സംരക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ബർസഖീ ലോകത്താണ് റബ്ബേ, പരലോകത്തേക്കുള്ള യാത്രയിലാണ് റഹ്മാനെ. അവർക്ക് നീ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണമേ അല്ലാ. അവരുടെ ഖബറിൽ നീ വെളിച്ചം നിറക്കണമേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, കടങ്ങൾ, അപകടങ്ങൾ പോലുള്ള കടുത്ത പരീക്ഷകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ പ്രയാസത്തിലാണ്. നമുക്കറിയാം, ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ടും പീഡനം, പ്രയാസം, ദുരന്തം വിതക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ സംരക്ഷണമേകണേ അല്ലാ. അവർക്ക് നീ സുരക്ഷിത്വം നൽകണമേ റഹ്മാനെ. ഏതവസ്ഥയും തരണം ചെയ്യാനുള്ള ഈമാനിന്റെ കരുത്ത് അവർക്ക് നീ നൽകണമേ അല്ലാ. അവരിൽ നിന്നും തിരിഞ്ഞുപോയവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണമേ അല്ലാ. അവരിൽ പരിക്കേറ്റ് പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ റഹ്മാനെ. അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.